സ്കൂളും ക്ലാസ് മുറികളും കുട്ടികളെല്ലാവരും പേരൻസും പഠിച്ചു പോയ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ മണൽ തരികളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. കളിക്കാനൊക്കെ സമയമൊക്കെ അത് ചെയ്തോണ്ട് ഗിഫ്റ്റ് ഒക്കെ തരും. കുട്ടികളോട് ഇടപെടുമ്പോൾ അതിൽ എല്ലാ മാതൃത്വവും വാത്സല്യവും സ്നേഹവും കരുതലും ഒക്കെയുണ്ട്. ഓരോ പ്രശ്നങ്ങൾക്കും ടീച്ചർ പരിഹാരം ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരു പാട്ട് പഠിപ്പിച്ചായിരുന്നു. എനിക്കൊരു സങ്കടം ഉണ്ടായാൽ പോലും ഞാൻ മിസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് അത് പറയും, നിനക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടേ, നിനക്കത് എന്നോട് ഓപ്പൺ ആയിട്ട് പറയാം. വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയണം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം ടീച്ചർ ചെയ്യുന്ന സേവനം ഓർത്ത് നമുക്ക് ആ കുട്ടികൾക്ക് എന്ത് വേണം, അത് ഡ്രസ്സ് മുതൽ അതിന്റെ പഠനകാര്യങ്ങൾ മുഴുവനും. എനിക്ക് മാത്സ് പസിലിന്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു, അതിന് ടീച്ചർ ഞങ്ങൾ ഒത്തിരി സഹായം ചെയ്തു തന്നു. നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ അതുപോലെയുണ്ട് ടീച്ചർ ഈ ഒരു വ്യക്തി മാത്രം ചെയ്യുന്ന സഹായം. ഏറ്റവും കൂടുതൽ ഇഷ്ടം സാറാം ടീച്ചറിനെ. സാറാം ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ ഇഷ്ടം. സാറാം ടീച്ചർ ഞങ്ങളെയൊക്കെ കാണുന്ന സ്വന്തം പിള്ളേരെ പോലെ. ടീച്ചർ തകർന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്, മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വിഷമങ്ങൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ താങ്ങി നടത്തുന്നു. അതൊക്കെ കാണുമ്പോൾ ടീച്ചറിൻ്റെ സേവനങ്ങൾ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. ഒരു മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയെ ടീച്ചർ ഒറ്റയ്ക്ക് ഇരുത്തി പഠിപ്പിക്കുമായിരുന്നുള്ളതാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അതിൻ്റെ ദേഹത്തിൽ നിന്ന് ഇങ്ങനെ തുപ്പൽ തെറിക്കുമായിരുന്നു. അതുപോലും സഹിച്ച് ആ കുട്ടിയെ ഈ സ്കൂളിൽ ഒരു അഡ്മിഷന് വേണ്ടി ആ കുട്ടിയെ അവരുടെ മാതാപിതാക്കൾ നോക്കുന്നതിലും കാര്യമായ രീതിയിൽ നോക്കിയ ഒരു ടീച്ചറാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം മത്സരം ഉണ്ടായിരുന്നു, അതിന് സാറാമ്മ ടീച്ചർ ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ജീവിതത്തിലെ മുക്കാല് സേവനം ടീച്ചർ ഈ സ്കൂളിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്റെ ചേച്ചിയാണെങ്കിൽ വയ്യാത്ത, അപ്പൊ എന്റെ ചേച്ചീനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ടീച്ചർ. കുട്ടിയെ പറ്റി പഠിപ്പിക്കുന്നതിന് പകരം കുട്ടിയെ ആദ്യം പഠിക്കും ടീച്ചർ. എല്ലാ കാര്യത്തിലും മിസ് ഭയങ്കര സ്നേഹമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പിള്ളേരെ ആണെങ്കിലും മിസ്സിന് ഭയങ്കര കാര്യമാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ടീച്ചറായിരുന്നു. ശമ്പളത്തിൽ നിന്ന് പോലും പൈസ എടുത്ത് സ്കൂളിന് വേണ്ടി ചിലവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഫിക്സിന്റെ ഒരു അസുഖം വന്നായിരുന്നു, ഞാൻ പോലും അറിയാതെ ഒരു 25,000 രൂപ ഇവിടുന്ന് ടീച്ചറോട് കാര്യം. എപ്പോഴും സങ്കടം വരുമ്പോഴത്തേനും ടീച്ചർ എപ്പോഴും കൂടെ ഉണ്ട്. ടീച്ചറിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് ടീച്ചറിന്റെ സൗമ്യത. ഈ സൗമ്യത ടീച്ചറിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഉദാഹരണമാണ്. ടീച്ചറിന്റെ പ്രായം മറന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു വ്യക്തിയായിട്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നത്. സ്നേഹനിധിയായ ഒരമ്മ എന്നതിലുപരി വാത്സല്യത്തോടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ശുശ്രൂഷിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് സാറാം ടീച്ചർ. പാഠപുസ്തകങ്ങളും അല്ലെങ്കിൽ മാറി മാറി വരുന്ന സിലബസുകളും എന്നതിനേക്കാൾ ഉപരി കുട്ടിയെ മനസ്സിലാക്കുക എന്നതിനായിരുന്നു സാറാമ്മ ടീച്ചർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. നമ്മുടെ സ്കൂളിൽ 50 കുട്ടികൾ തികഞ്ഞു. ഇതിന്റെ എല്ലാം പിന്നിൽ സാറാമ്മ ടീച്ചർ എന്ന ഒരു മഹത് വ്യക്തിയാണ് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. കുഞ്ഞുങ്ങളെ ഒരു അമ്മയെ പോലെ നല്ലൊരു അമ്മയായിട്ട് ടീച്ചർ മക്കളെ കൊണ്ടു നടക്കുന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. സാറാമ്മ ടീച്ചർ MDLP സ്കൂളിൻ്റെ പടിയിറങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു അമ്മയും അതുപോലെ തന്നെ ഒരു മികച്ച അധ്യാപികയുമാണ്. കരുതലും സ്നേഹവും ടീച്ചറിൻ്റെ വിശ്രമ ജീവിതത്തിലും ഞങ്ങളോടൊപ്പം ആയിരിക്കണമെന്ന് ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ടീച്ചർ സ്കൂളിൽ നിന്ന് പോകുന്നത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടികളെ നമ്മൾ തികഞ്ഞ ആത്മാർത്ഥതയോടെ നമ്മുടെ സ്വന്തം മക്കളെ പോലെ തന്നെ അവരെ കൈകാര്യം ചെയ്താൽ ദൈവം നമുക്കും അതിൻ്റെ ധാരാളമായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുമെന്നുള്ളതിന് ഒരു സാക്ഷിയാണ് ഞാൻ ഔദ്യോഗിക ജീവിതത്തിൽ കയറിയ അന്ന് മുതൽ ഈ 37 വർഷവും എൻ്റെ എല്ലാ കഴിവും എൻ്റെ അറിവും എല്ലാം കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തി എന്നുള്ള ഒരു ആത്മസംതൃപ്തി എനിക്കുണ്ട്. നിങ്ങളും എൻ്റെ കൂടെയുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇപ്പോൾ നമ്മുടെ സ്കൂൾ ഒരു എക്കണോമിക് സ്കൂളാണ്. ഇതേ രീതിയിൽ തന്നെ ഇത് തുടർന്നു പോകണമെന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. പോവാണെങ്കിൽ എന്ത് പറയും? പോണ്ടെന്ന് പറയും, പക്ഷേ ടീച്ചറിനെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ.